ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കാം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ അവിടെയുള്ള ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്ന ഒടുവിലത്തെ പ്രബോധന വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 3 ലേഖനങ്ങളുണ്ട് എന്നാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. 3 ലേഖനങ്ങൾ. അതിൽ ഒരു ലേഖനം നമുക്ക് ലഭിച്ചിട്ടില്ല. ആ ലേഖനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോസ്തലൻ മറ്റു ലേഖനങ്ങൾ എഴുതുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ഈ 2-ാമത്തെ ലേഖനത്തിൽ കൊരിന്ത്യ സഭയിലുള്ള ചില അരുതായികളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഭ വളർന്നു വരുംതോറും, സഭയിൽ അംഗസംഖ്യ വർദ്ധിക്കുന്തോറും ചില ദൈവികമല്ലാത്തതായ ചില പാരമ്പര്യങ്ങളും ദൈവികമല്ലാത്തതായ ചില അനുഷ്ഠാനങ്ങളും കടന്നു വരുന്നുണ്ട്. ആളുകളുടെ എണ്ണം കുറവായിട്ടുള്ള കാലങ്ങളിൽ അത്രയും പ്രയാസമേറിയ വിശ്വാസ വൈവിധ്യങ്ങൾ വരാറില്ല. എന്നാൽ കൂടുതൽ ആളുകൾ സഭയിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ളതായ ആളുകൾ കൂടി ചേർന്ന് വരുമ്പോൾ പരസ്പരമുള്ള ഈർഷ്യ, അഭിപ്രായ വ്യത്യാസം, പിണക്കം, ചിലപ്പോൾ അസൂയ, ചിലപ്പോൾ ദൈവവേലയിൽ പോലും അസൂയ, ദൈവവേലയിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ളതായ അവരുടെ തെറ്റായ ധാരണകൾ, ഇതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകാവുന്നതാണ്. അതെല്ലാം കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം വാസ്തവത്തിൽ അപ്പോസ്തലന് എല്ലാ സഭകൾക്കുമുള്ള മഹത്തായ ആശയങ്ങൾ, വളരെ വിലപ്പെട്ടതായ കാര്യങ്ങൾ വിവരിച്ച് പ്രസ്താവിക്കുന്നവയാണ്. എങ്ങനെയാണ് വിവാഹ ജീവിതം നയിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് കർത്താവിൻ്റെ വേല ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് തുടങ്ങി അനേകം കാര്യങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ ആത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കൃപാവരങ്ങൾ, വിവേചനവരം, വെളിപ്പാടുകൾ, ദർശനങ്ങൾ, രോഗശാന്തിവരം, ഭൂതങ്ങളുടെ മേൽ അധികാരം എന്നിങ്ങനെയുള്ളതായി അനേകം ആത്മീയ വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മീയ വരങ്ങൾ അത് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണമെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. വളരെ കരുതലോടെ വേണമെന്ന് പറയുന്നുണ്ട്. ആത്മീയ കൃപാവരം ഉള്ളവർ, രോഗശാന്തിവരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃപാവരമോ ഉള്ളവർ, അവർ ഏറ്റവും വിനയത്തോടിരിക്കുകയും അവർക്ക് ഏതെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് ഭാവിക്കാതെ വളരെ വിനയത്തോടെ, വളരെ സൗമ്യതയോടെ നിൽക്കുകയും ചെയ്യണമെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൊരിന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന വേറൊരു വലിയ പ്രയാസം അവർ തമ്മിലുള്ളതായി ഇണക്കക്കുറവാണ്. നിങ്ങൾ തമ്മിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ശേഷം മനുഷ്യരെപ്പോലെ അല്ലയോ എന്ന അപ്പോസ്തലൻ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈർഷ്യയും പിണക്കവും മാറിയിട്ടില്ല. ചിലർ പൗലോസിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ കേഫാവിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണെന്ന് പറയുന്നു. അങ്ങനെ പല പക്ഷം തിരിഞ്ഞുള്ള കിടമത്സരങ്ങൾ ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭയിലുണ്ടായിരുന്നു. കൊരിന്ത്യ സഭ അതിന് പറ്റിയ ദൃഷ്ടാന്തമായിരുന്നു. ഈ കൊരിന്ത് അന്നത്തെ മുഖ്യ വ്യാപാര കേന്ദ്രമായിരുന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന പട്ടണമായിരുന്നു ഈ കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലം. അപ്പോസ്തലൻ്റെ മിഷണറി യാത്രയിൽ അപ്പോസ്തലൻ ചെല്ലുകയും ദൈവവചനം പറയുകയും ചെയ്ത് അനേകരോട് മാനസാന്തരപ്പെട്ടു, അനേക ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. എന്നാൽ അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്ന കാലമായപ്പോഴേക്കും വലിയൊരു കെടുതിയാണ് സംഭവിച്ചത്. വലിയൊരു വിപര്യം എന്ന് പറയട്ടെ, ഒരു വിപരീതമായ സംഭവമാണ് ഉണ്ടായത്. വിപര്യം, കഷ്ടത. എന്താണത്? അവിടെയുള്ള ആളുകൾ അവർക്കുണ്ടായിരുന്ന ആദ്യത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു. ആദ്യമുണ്ടായിരുന്ന ഭക്തിസാന്ദ്രമായ, ഭക്തിപ്രചുരമായ
അവരുടെ ആത്മീയമായ നിലവാരം ഇടിഞ്ഞുപോയി. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഡൈല്യൂട്ടായിപ്പോയി. ആത്മീയം ഡൈല്യൂട്ടഡായി. ആത്മീയത്തിൽ നല്ല സാന്ദ്രതയുള്ളൊരു കാലം ഉണ്ടായിരുന്നു, ആത്മീയത്തിൽ നല്ല കിടറുപ്പുള്ള കാലം ഉണ്ടായിരുന്നു. എന്നാൽ അവർ ആത്മീയത്തിൽ അധപ്പതിച്ചു പോയി. കാരണം ഇതുമാത്രമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ, പരസ്പരമുള്ള പോരടികൾ, പരസ്പരമുള്ളതായ ഭിന്നാഭിപ്രായങ്ങൾ. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നതിന് ഉപോത്ബലകമായി അവർക്ക് വേദവാക്യങ്ങളുണ്ട് താനും. ആ ഓരോ വേദവാക്യങ്ങളും വെച്ചുകൊണ്ട് അവർ പരസ്പരം മല്ലടിക്കുകയും പോരടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം അപ്പോസ്തലൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോസ്തലൻ ഒരു സമയത്ത് പറയുന്നുണ്ട്, സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട് എന്ന്. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിലാണ് പറയുന്നത്. സകല സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട്. അനേകം പേര് കൂട്ടായ്മയിൽ വന്നു, കൊരിന്ത്യ സഭയിൽ വന്നു. പക്ഷേ ആളുകൾ എണ്ണം കൂടി, പക്ഷേ അവരെക്കുറിച്ച് ചിന്താഭാരപ്പെടുകയാണ്. അവർ ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന്. ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അവർക്ക് ദൈവരാജ്യം കിട്ടുകയില്ല എന്ന്, ദൈവരാജ്യത്തിലെത്തുവാൻ സാധിക്കുകയില്ല എന്ന്. ഏതൊരു ഉദ്ദേശത്തോടുകൂടി ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നുവോ ആ ഉദ്ദേശം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് അപ്പോസ്തലന് നല്ലതുപോലെ മനസ്സിലായി. അപ്പോസ്തലനത് അവരെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ 2-ാമത്തെ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമായ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, എനിക്ക് മൊത്തത്തിൽ ഒരു കാര്യമേ പറയാനുള്ളൂ. തീർച്ചയ്ക്ക് മൊത്തത്തിൽ പൊതുവായി ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ യഥാസ്ഥാനപ്പെടുവീൻ, യഥാസ്ഥാനപ്പെടുവീൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്ന ഒരു ഈ അപകടം യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആയിരിക്കേണ്ടുന്ന സ്ഥാനത്ത് നിങ്ങൾ എത്തിയിട്ടില്ല. ആയിരിക്കേണ്ടുന്ന സ്ഥാനം വിട്ട് നിങ്ങൾ പോയതിന് ശേഷം തിരികെ നിങ്ങൾ വന്നിട്ടില്ല. യഥാസ്ഥാനപ്പെടുവീൻ. ഒരു നല്ല സ്ഥാനം നിങ്ങൾക്കുണ്ടായിരുന്നു. സ്ഥാനം വെച്ചാൽ പുറമേയുള്ള പദവിയോ അധികാരമോ അല്ല. നല്ലൊരു സ്ഥാനം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിലുള്ളതായ ആ സ്ഥാനം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവസന്നിധിയിൽ നിങ്ങൾക്കുള്ളതായ വില നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് ദൈവസന്നിധിയിൽ ഒരു മൂല്യബോധം ഉണ്ടായിരുന്നു, ഒരു നല്ല ആത്മീയ നിലവാരം ഉണ്ടായിരുന്നു. കർത്താവ് അവരെ പ്രശംസിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് കർത്താവിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് അവർ സ്ഥാനം തെറ്റിപ്പോയി എന്നുള്ളതാണ്. അവരുടെ സ്ഥാനം തെറ്റിപ്പോയി. ദൈവസന്നിധിയിലുള്ളതായ അവരുടെ നിൽപ്പ് ഇന്ന് മാറിപ്പോയിരിക്കുന്നു. ഇന്ന് അവർ കർത്താവിൻ്റെ വശത്ത് നിന്ന് മാറി ശത്രുപക്ഷത്തേക്ക് മാറിപ്പോയിരിക്കുന്നു, പൈശാചികൻ്റെ പക്ഷത്തേക്ക് മാറിപ്പോയിരിക്കുന്നു. വചനം കേട്ടവരാണ്, മാനസാന്തരം അനുഭവിച്ചവരാണ്, ദൈവിക വചനത്തിൻ്റെ മർമ്മം ഗ്രഹിച്ചവരാണ്, കൃപാവരങ്ങൾ പ്രാപിച്ചവരാണ്. അവരിൽ ചിലർ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടും. അവരിൽ ചിലർ ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് പ്രവചിക്കുമ്പോൾ അവിടെ ആത്മാവ് വ്യാപരിച്ചിരുന്നു, പ്രവചനപരം ആത്മാവ് വ്യാപരിച്ചിരുന്നു. അവർ ചിലർ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം പോയി, ആ പദവിയെല്ലാം പോയി, ദൈവസന്നിധിയിലായി പദവി പോയി. ആത്മീയ മൂല്യങ്ങൾ വിലയിടിഞ്ഞു പോയി, ആത്മീയ സംസ്കാരം വിലയിടിഞ്ഞു പോയി, ആത്മീയമായ ശ്രേഷ്ഠതകളും നന്മകളും തകർന്നുപോയി. ഒരു വലിയ ദയനീയ സ്ഥിതിയാണ് വന്നത് കൊരിന്ത്യ സഭയ്ക്ക്. അപ്പോസ്തലന്മാരുടെ വേദനയോടെയാണ് പറയുന്നത്, ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ അവസാനമായി ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ യഥാസ്ഥാനപ്പെടുവീൻ. നിങ്ങൾ എവിടെ നിന്ന് മാറിപ്പോയോ അങ്ങോട്ട് തിരികെ വരുവീൻ. നിങ്ങൾ മാറിപ്പോയ ആ ഉന്നതമായ സ്ഥാനം നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുവീൻ. നിങ്ങൾക്കുണ്ടായിരുന്ന അനുഗ്രഹകരമായ അനുഭവങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുവീൻ. ഒരു കാലത്ത് നിങ്ങൾക്ക് ആത്മാവിൻ്റെ തീയുണ്ടായിരുന്നു. നിങ്ങളന്ന് വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്നു. ദൂതന്മാരുടെയും മാലാഖമാരുടെ ഭാഷകൾ സംസാരിച്ചിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയാൽ അവർക്ക് ഭാഷാവരം കിട്ടിയിരുന്നു, അവർക്ക് വ്യാഖ്യാനവരം കിട്ടിയിരുന്നു, അവർക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരം കിട്ടിയിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു വ്യക്തിത്വത്തോട് ചേർന്നതായി, എന്ന് വെച്ചാൽ അവരുടെ ആളത്തോട് ചേർന്നതായി മാത്രം നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായ ചില ലാഭങ്ങളായി മാത്രമേ അത് കണ്ടുള്ളൂ. എൻ്റെ ഏതാണ്ട് ചില നന്മകൾ കൊണ്ടാണ് എനിക്ക് കൃപാവരം ലഭിച്ചതെന്ന് അവർ അഭിമാനിച്ചു. എൻ്റെ ആത്മീയ നിലവാരത്തിൻ്റെ ഔന്നത്യമാണ് എനിക്ക് രോഗശാന്തിപരമുള്ളത് അല്ലെങ്കിൽ കൃപാവരമുള്ളത് എന്ന് അവർ വിചാരിച്ചു. ഒരാളെ കണ്ടാൽ ആളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവാണോ അതോ ദുഷ്ടൻ്റെ ദുരാത്മാവാണോ പൈശാചിക ആത്മാവാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേചനം അവർക്കുണ്ടായിരുന്നു. അതെല്ലാം അവർ വളരെ അഭിമാനമായി കണ്ടു. അതിലവർ പുകഴ്ന്നതിൽ പ്രശംസിച്ചു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യ ലേഖനം പഠിക്കാൻ തുടങ്ങിയാൽ കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അനേകം കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും.
യഥാസ്ഥാനപ്പെടേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകും. നാം സ്ഥാനം തെറ്റി നിൽക്കുകയാണെന്ന്. സ്ഥാനം തെറ്റി. നമുക്കുള്ള ഒരു അനുഗ്രഹീതമായ സ്ഥാനം ഉണ്ടായിരുന്നു ദൈവസന്നിധിയിൽ, അനുഗ്രഹീതമായ ഒരു പദവി ഉണ്ടായിരുന്നു ദൈവസന്നിധിയിൽ. നമ്മെക്കുറിച്ച് കർത്താവ് അഭിമാനത്തോടെ മാലാഖമാരോട് സംസാരിക്കാറുണ്ടായിരുന്നു. സ്വർഗത്തിലെ നിത്യനായ ദൈവം നമ്മെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുക എന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യമാണ്. ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് ഇബ്രാഹിം കർത്താവ് പറയും. ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇന്ന കൂട്ടായ്മയിലെ ദൈവമക്കളുടെ ദൈവമാണ് ഞാനെന്ന് പറയാൻ കർത്താവിന് ലജ്ജയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. കാരണം ആത്മാവിന് തീക്ഷ്ണത നമുക്കുണ്ടായിരുന്നു. ശരിയല്ലേ? ഒരു കാലത്തുണ്ടായിരുന്ന തീക്ഷ്ണത ഇന്ന് നോക്കുന്നുണ്ടോ? പല കാരണങ്ങളിലായിരിക്കാം. ഒരു കാലത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ ആ തീക്ഷ്ണമായ എരിവേറിയ അനുഭവം നോക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ അപകടം, നാം സ്വർഗത്തോളം ഉയർന്നു പോയതുപോലെ ചിന്തയാണ് നമുക്ക് വന്നത്. നീയോ കഫർന്നവുമേ, സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുമോ, നീ പാതാളം വരെ താണു പോകുമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ പലതും കവർന്നഭൂമിയിൽ നടന്നു. കവർന്നഭൂമിയിൽ നടന്ന ആ വീര്യപ്രവൃത്തികൾ മൂലം അവർ അഭിമാനം കൊണ്ടു. ഞങ്ങളുടെ ദേശത്താണ് കർത്താവ് വരുന്നത്, ഞങ്ങളുടെ ദേശത്താണ് കർത്താവ് പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ ദേശത്താണ് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അവർ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ് തന്നെ അവരോട് പറഞ്ഞു, അയ്യോ കഫർന്നഭൂമേ, പാതാളം വരെ താണുപോകും, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ നിന്നെ തന്നെ പ്രശംസിച്ച് ഉയർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് നമ്മുടെ ഈ കൂട്ടായ്മയെ സംബന്ധിച്ചും സത്യമാണെന്ന് തോന്നുന്നു. നമ്മിൽ പലരും ആത്മീയ അഹങ്കാരമുള്ളവരാണ്. ഞങ്ങൾ സത്യവചനം കിട്ടുന്നവരാണ്, സത്യവചനം പറയുന്നവരാണെന്നൊരു തോന്നൽ നമുക്കുണ്ട്. ഞങ്ങൾ അതുവിധം പറഞ്ഞ് സമയം കളയുന്നവരല്ല, ഞങ്ങൾ ജീവൻ്റെ വചനം പ്രസ്താവിക്കുന്നവരാണെന്നുള്ള തോന്നൽ നമുക്കുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്നാൽ അത്ഭുതങ്ങൾ കാണാം, അനുഗ്രഹങ്ങൾ കാണാം, ഞങ്ങളുടെ കൂട്ടായ്മ സത്യ കൂട്ടായ്മയാണെന്ന് അഭിമാനത്തോടെ പറയും. പക്ഷേ വാസ്തവത്തിൽ എന്താണെന്ന് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് സ്ഥാനം തെറ്റിയാണ് നിൽക്കുന്നത്. ഇന്ന് അപകടകരമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ആത്മീയമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആത്മീയമായ ശ്രേഷ്ഠതകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശരിയല്ലേ? നിങ്ങൾക്ക് തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്താണ് നാം നിൽക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ സ്ഥാനങ്ങൾ നിർത്തിയിരുന്നു. ഓരോരുത്തർക്കും അർഹമായ സ്ഥാനങ്ങൾ തന്നിരുന്നു, അനുഗ്രഹീതമായ പദവികൾ തന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും പറയട്ടെ, മാലാഖമാർക്ക് നാം പരിചിതരായിരുന്നു. മാലാഖമാർക്ക് നമ്മെ പരിചയമായിരുന്നു. സ്വർഗത്തിലെ മാലാഖമാർ നമ്മെക്കുറിച്ച് സന്തോഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ മുമ്പാകെ സന്തോഷമുണ്ടാകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അങ്ങനെ ദൈവദൂതന്മാർ സന്തോഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നോ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരം കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥത കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിലെ സ്ഥാനമോഹം കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിലെ ഇണക്കക്കുറവുകളും പിണക്കങ്ങളും കണ്ടിട്ട് ദൈവത്തിൻ്റെ മാലാഖമാർ ഇന്ന് പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് കരയുകയാണ്, കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം മാലാഖമാർ കരയാൻ കാരണം ഉന്നതമായ ഒരു പദവി ദൈവദാസന് കിട്ടിയിരുന്നതാണല്ലോ. ഈ മകൾക്ക് ഉയർന്നൊരു സ്ഥാനം ഞാൻ കൊടുത്തിരുന്നതാണല്ലോ, പക്ഷേ അതവൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള വേദന. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും പല കക്ഷികളായി മാറുകയാണ്. അപ്പോലോസിൻ്റെ കക്ഷി, പൗലോസിൻ്റെ കക്ഷി, കേഫാവിൻ്റെ കക്ഷി, ക്രിസ്തുവിൻ്റെ കക്ഷി, ഇങ്ങനെ പല കക്ഷികളായി മാറുകയാണ്. ചില ദൈവമക്കളെ പൂജിക്കുകയാണ്. ചില ദൈവമക്കൾ, ഞാൻ വ്യക്തമായി പറയാം, നിങ്ങൾ അനേകം പേര് ചില ദൈവമക്കളെ പൂജിക്കുന്നവരാണ്. ദൈവമക്കളെ നിങ്ങൾ വളരെ ആരാധിക്കുന്ന ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഭോഷ്കാണ്, അതെല്ലാം തിന്മയാണ്. ഒരു ദൈവത്തിനെ നിങ്ങൾ പൂജിക്കേണ്ട. വേണം നിങ്ങൾ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ക്രിസ്തു മാത്രം. ഇടയൻ ക്രിസ്തുവാണ്, നായകൻ ക്രിസ്തുവാണ്, നാഥൻ ക്രിസ്തുവാണ്. ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകരുത്. കൂട്ടായ്മ ഇന്ന് വിപുലമായപ്പോൾ, കൂട്ടായ്മ ഇന്ന് കൂടുതൽ ആളുകൾ സംഘടിക്കുന്ന വലിയൊരു കൂട്ടമായി മാറിയപ്പോൾ ഇന്ന് മനുഷ്യരെ കാണുന്നു, ദൈവത്തെ കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരെയാണ് കാണുന്നത്. മനുഷ്യരുടെ അടുക്കലേക്ക് ആളുകൾ ഓടുകയാണ്. മനുഷ്യരുടെ അടുക്കൽ ചെന്ന് സങ്കടങ്ങൾ പറയുകയാണ്. സങ്കടങ്ങൾ പറയേണ്ട എന്ന് ഞാൻ പറയില്ല, പക്ഷേ അത് തെറ്റായൊരു പ്രവണതയാണ്. നിങ്ങൾ പോകേണ്ടത് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്കാണ്. ഇവിടെ വന്ന് വചനം കേട്ടതിന് ശേഷം നിങ്ങൾ തനിയെ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. വചനം കേട്ട് വചനം ഗ്രഹിച്ചതിന് ശേഷം ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ കാണണം. നിങ്ങളുടെ പാവങ്ങൾ ഓരോന്നോരോന്നായി കാണണം. ഓരോ പാവവും കണ്ടിട്ട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവേ നീ എന്നെ കൈക്കൊള്ളണമേ, എൻ്റെ പാവം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് അങ്ങനെയുള്ള അനുതാപം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയിരിക്കുന്നു. അനുതാപവും ഇല്ല. ഇന്ന് പലർക്കും സാക്ഷ്യമില്ല, പക്ഷേ പ്രസംഗിക്കാൻ വചനമുണ്ട്. കാരണം അറിവുണ്ട്, പക്ഷേ സാക്ഷ്യമില്ല. സാക്ഷ്യം അനുഭവ സാക്ഷ്യമാണ്. ഇപ്പോൾ പിടിച്ച മീനുകൾ ചിലത് കൊണ്ടുവരുവീൻ എന്ന് കർത്താവ് പറഞ്ഞു. ഇപ്പോൾ പിടിച്ച മീനുകൾ ചിലത് കൊണ്ടുവരുവീൻ. എത്ര പേർക്ക് ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരാനുണ്ട്?
ഇപ്പോൾ പിടിച്ച മീനുകൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? മീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈയിടെ നിങ്ങൾക്ക് കിട്ടിയ അനുഭവം പറയാനാണ് പറയുന്നത്. ഈയിടെ കിട്ടിയ അനുഭവം. സാക്ഷ്യം പറയുന്നവർ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ അനുഭവം പറയുന്നു, വേണ്ട എന്നല്ല. എന്നാൽ ഇന്ന് എനിക്ക് കർത്താവിൻ്റെ അനുഭവം തന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന തെറ്റുണ്ടെന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പോലും മനസ്സിലാക്കാതിരുന്ന ചില വലിയ തെറ്റായ വശങ്ങളുണ്ടായെന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഇന്ന് കർത്താവ് എനിക്ക് ശുദ്ധീകരണത്തിനുള്ള വാക്കുകൾ തന്നു. ഇപ്പോൾ പിടിച്ച മീനുകൾ കൊണ്ടുവരുവീൻ. ദൈവത്തിന് സ്തോത്രം. അതാണ് സാക്ഷാത്തായ ശരിയായ സാക്ഷ്യവചനം. സാക്ഷ്യം പറയണം, നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഇന്ന് ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ സാക്ഷ്യം പറയുന്നവർ ധാരാളം പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സനാതന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടിയുള്ളതായ ആ തീക്ഷ്ണതയും അതിനുള്ളതായ ആവേശവും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എനിക്കൊരു വിശുദ്ധനാകണമെന്നുള്ളതായ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നാം ഇന്ന് കൂട്ടായ്മയിൽ വരുന്നു, കൂട്ടായ്മയിൽ ഒന്ന് സംബന്ധിച്ച് പോകുന്നു, വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു, പക്ഷേ ചില ചടങ്ങുകൾ ആചരിക്കുന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ആന്തരികമായ അനുഭവത്തിൻ്റെ തീക്ഷ്ണത നമുക്ക് ഇല്ലാതെ പോയിരിക്കുന്നു. സത്യമല്ലേ? ദൈവത്തിന് സ്തോത്രം. യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു. യഥാസ്ഥാനപ്പെടുവീൻ. പൗലോസ്ലീഹയുടെ വേദനയോട് പറയുകയാണ്, അയ്യോ തീർച്ചയ്ക്ക് സഹോദരന്മാരെ, നിങ്ങൾ യഥാസ്ഥാനപ്പെടുവീൻ. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അകത്ത് സന്തോഷം കിട്ടണമെങ്കിൽ യഥാസ്ഥാനപ്പെടണം. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ. സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ. യഥാസ്ഥാനപ്പെട്ടെങ്കിൽ മാത്രമേ ആന്തരിക സന്തോഷം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഏതോ ഒന്നിനു വേണ്ടിയുള്ളതായ ദാഹമകത്ത് കിടക്കും, ഒരു തൃപ്തിയില്ലാതിരിക്കും, എപ്പോഴും എന്തോ ഒരു അങ്കലാപ്പുള്ളിലുണ്ടായിരിക്കും, ഏതോ ഒരു അസ്വസ്ഥത നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. അസ്വസ്ഥത എന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഏതോ ഒരു അസ്വസ്ഥത, ഏതോ ഒരു ശൂന്യത, ഏതോ ഒരു അസംതൃപ്തി ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്തിനെല്ലാമാണ് അസംതൃപ്തിയുള്ളത്? ഒരു തൃപ്തികേട്, വിചാരിച്ചതുപോലെ പോകുന്നില്ല എന്നുള്ള തൃപ്തികേട്, അതൃപ്തി, അസംതൃപ്തി. പലതിലും നമുക്ക് അസംതൃപ്തിയാണ്, പലതിലും നമുക്ക് ചില പോരായ്മകളാണ്. ചിലപ്പോൾ നാം അറിയാതെ നെടുവീർപ്പിട്ട് പോകും. എന്ത് നെടുവീർപ്പെടുന്നു? ഏതോ ചില കാര്യങ്ങളിൽ ഞാൻ ക്ഷീണിതനായിപ്പോയി എന്നുള്ള ചിന്ത, ഞാൻ പോപ്പുലാരിറ്റി കുറഞ്ഞു പോയി എന്നുള്ള ചിന്ത, ഇതെല്ലാം അസഹിഷ്ണുതയാണ്, അതെല്ലാം പാപവുമാണ്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയും എൻ്റെ സ്ഥാനങ്ങൾ വീണ്ടെടുക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ജഡീകമായ രീതിയിൽ പോകുന്നുള്ളൂ. മാറിയിരുന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ തെറ്റെന്താണെന്ന് ഓരോരുത്തരും കണ്ടുപിടിക്കണം. നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഒരു വലിയ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് വചനം കിട്ടിയിട്ടുണ്ട്, ധാരാളം വചനം കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ വചനം കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കറിയാം. എങ്ങനെ ഒരുങ്ങിയാലാണ് ദൈവം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളതായ ജ്ഞാനം നിങ്ങൾക്കുണ്ട്, അറിവ് നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അനുഭവം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അനുഭവമില്ല. ശരിയല്ലേ? അനേകർക്ക് അനുഭവമില്ല. യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു. സന്തോഷം വേണമോ? ആന്തരികമായി തൃപ്തി വേണമോ? മനസ്സിന് ഉന്മേഷം വേണമോ? മനസ്സെപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കണമോ? മനസ്സിലെപ്പോഴും ആവേശം തുടിച്ചുകൊണ്ടിരിക്കണമോ? ഒരു പോംവഴിയുള്ളൂ, യഥാസ്ഥാനപ്പെടുക. ദൈവത്തിന് സ്തോത്രം. തുടിക്കുന്ന ഈ ആനന്ദത്തിൻ്റെ ലഹരിയിൽ മതിമറന്ന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കും, വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കും, ചടങ്ങുകളെല്ലാം ഉണ്ട്. പക്ഷേ ആന്തരാത്മാവിൻ്റെ ഉൾത്തടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതായ സ്തുതിയുടെ അമോഘമായ അത്യത്ഭുതകരമായ അനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ ആർക്കും സാധിക്കുന്നില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ശരിയല്ലേ? ഞാനിതെല്ലാം പറയുമ്പോൾ ഞാനും ഭയത്തോടെയാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യഥാസ്ഥാനപ്പെടുവീൻ. കർത്താവേ, ഞാൻ എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് കണ്ടിരുന്നതായ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറിപ്പോയോ? ചിന്തിക്കണം. കർത്താവ് എന്നെക്കുറിച്ച് കണ്ടിരുന്നതായ ആത്മീയമായ ആ ഒരു മേന്മയുടെ ആ വശത്ത് നിന്ന് ഞാൻ മാറിപ്പോയോ? ഞാൻ പിശാചിൻ്റെ പക്ഷത്തേക്ക് എവിടെയെങ്കിലും മാറിപ്പോയോ? എൻ്റെ ചിന്ത ലോകത്തിലേക്കായിപ്പോയോ? ലോക ഇമ്പങ്ങളിലേക്കായിപ്പോയോ? ലോക സന്തോഷങ്ങളിലേക്കായിപ്പോയോ? ജഡീക ഇമ്പങ്ങളിലേക്കായിപ്പോയോ? കർത്താവേ, ജഡീക ഇമ്പങ്ങളിൽ പോകുന്ന മനുഷ്യരോടുള്ളതായ കൂറ് എനിക്ക് വർദ്ധിച്ചു വരികയാണോ? അതോ അവരോട് വേർപാട് വലിക്കാൻ എനിക്ക് തോന്നുകയാണോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ച് വരുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത്, അയ്യോ, ഞാൻ യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു എന്ന്. നിങ്ങൾ പലരും ഇത് ഗ്രഹിച്ചിട്ടില്ല എന്ന്. ശരിയായ സ്ഥാനത്തല്ല നിങ്ങൾ, ശരിയായ സ്ഥാനത്തല്ല നിങ്ങൾ. ഗ്രഹിക്കണം, ഞാൻ യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു, ശരിയായ സ്ഥാനത്തേക്ക് ഞാൻ വരേണ്ടിയിരിക്കുന്നു. ജീവനുള്ള ക്രിസ്തു എന്നെ വീണ്ടെടുത്തപ്പോൾ എന്നെക്കുറിച്ച് എന്തെല്ലാം ആഗ്രഹിച്ചുവോ ആ സ്ഥാനത്തേക്ക് ഞാൻ കയറി നിൽക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആ ഗോവണിയുടെ ആദ്യത്തെ പടിയിൽ പോലും ചവിട്ടിയില്ലാത്ത അനേകം പേരാണ് ഈ വാക്കുകൾ കേൾക്കുന്നത്. ഉയരത്തിലേക്കുള്ളൊരു ഗോവണി, ആ ഗോവണിയുടെ ആദ്യത്തെ പടിയിൽ പോലും ചവിട്ടിയിട്ടില്ല ചിലർ.
ചിലർ ചവിട്ടി ചവിട്ടി കയറി 2-3 പടവുകൾ കയറി, പക്ഷേ പിന്നെ ഊർന്ന് താഴോട്ട് പോന്നു. അതുകൊണ്ട് പിറകെ വരുന്നവരെയും കൂടെ വീഴിച്ചു. ചിലർ അങ്ങ് നല്ലപോലെ കുറച്ച് ഉയർന്ന തലങ്ങളിലെത്തി. ആളുകളെല്ലാവരും നല്ലതെന്ന് പറഞ്ഞു, നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ ആ ഉയർന്ന തലത്തിലെത്തിയിട്ട് പെട്ടെന്നാണ് ഏതോ ചില സ്ഥാനമോഹങ്ങളോ അതല്ലെങ്കിൽ ചില വ്യക്തിപരമായ ഇഷ്ടക്കേടുകളോ മുഷിച്ചിലുകളോ വന്നിട്ട് താഴോട്ട് പോന്നു. ആ പോകുന്നയാൾ മാത്രമല്ല, പിറകെ വരുന്ന എല്ലാവരെയും താഴോട്ട് വീഴ്ചുകൊണ്ടിരുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ഒരു ലാഡർ, ഒരു ഗോവണി നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നു. ആ ഗോവണിയിൽ നിങ്ങൾ എത്രത്തോളം കയറി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ആ ഗോവണിയിൽ കൂടി കയറി ഉയർന്ന സ്ഥാനത്തെത്താനാണ് കർത്താവ് ആഗ്രഹിച്ചത്. അത്യുന്നതമായ സ്ഥാനത്തെത്താനാണ്. മാലാഖമാരുടെ നിരയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനാണ്. അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ഞങ്ങളും നിന്നെ സ്തുതിക്കുമെന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേരാനാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൽ സ്തുതിക്കാനുള്ളതായ കൃപയുടെ നിറവിലേക്ക് നമ്മെ കൊണ്ടുവരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് ചിന്തിക്കൂ. നിങ്ങൾക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീയ സന്തോഷം എന്നുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീയ സംതൃപ്തി എന്നുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീയ വിവേകം നമുക്കുണ്ടോ? വിവേകം. ഒരു കാലത്തുണ്ടായിരുന്ന ആ ആത്മാവിലുള്ള തീക്ഷ്ണത കുറഞ്ഞിട്ട് ഇന്ന് അലസരായിപ്പോയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ എത്ര പേരെ കൃത്യമായി വേദപുസ്തകം വായിക്കുന്നുണ്ട്? ഓരോ ദിവസവും വേദപുസ്തകം വായിക്കുന്നുണ്ട്. ഓരോ ദിവസവും വേദപുസ്തകം വായിക്കും. വെറുതെ വായിച്ചു പോവുകയല്ല, അർത്ഥം ഗ്രഹിച്ച് നിർത്തി വായിച്ച് ധ്യാനിക്കുന്നവരുണ്ട്. ഓരോ ദിവസവും നിങ്ങളുടെ പ്രഭാത നമസ്കാരവും സന്ധ്യ നമസ്കാരവും ഒഴികെ ബാക്കി സമയത്ത് എവിടെ എപ്പോഴെങ്കിലും നിങ്ങൾ തനിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയില്ല. സ്വന്തമായൊരു പ്രാർത്ഥനാ ജീവിതം വേണം. സ്വന്തമായിരുന്ന് പ്രാർത്ഥിക്കണം. രാവിലെയും വൈകുന്നേരവും നമുക്ക് പ്രഭാത പ്രാർത്ഥനയും സന്ധ്യ നമസ്കാരമുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണ്. അതുപോലും ഇല്ലാത്തവർ പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലും ഇല്ലാത്തവർ ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങണമേ എന്ന് എന്നോട് അപേക്ഷിക്കുകയാണ്. എന്നാൽ ഈ രാവിലെയും വൈകുന്നേരത്തുമുള്ള നമസ്കാരങ്ങൾ, ക്രമപ്രകാരമുള്ള നമസ്കാരങ്ങൾക്ക് പുറമേ നാം എപ്പോഴെങ്കിലും തനിയിരുന്ന് നമ്മെ ശോധന ചെയ്യാറുണ്ടോ? തനിയിരുന്ന് നമ്മുടെ ഉള്ളത്തിലേക്ക് ചൊഴിഞ്ഞു നോക്കാറുണ്ടോ? നമ്മൾ ഹൃദയത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കാറുണ്ടോ? പുറമേ മദ്യപാനമില്ല, പുറമേ വേണ്ടാത്ത ജീവിതമില്ല, പുറമേ കൊലപാതകമില്ല, മോഷണമില്ല, കവർച്ചയില്ല, പുറമേ പ്രകടമായ ആരോടും വഴക്കിനും പിണക്കത്തിന് പോകുന്നില്ല. അതിൽ നാം സംതൃപ്തരായി കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ ഹൃദയത്തിൽ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പൂർണ്ണമായ ഐക്യത്തിലാണോ? ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എപ്പോഴും പൂർണ്ണ ഇഷ്ടത്തിലാണോ? പൂർണ്ണ ഐക്യത്തിലാണോ? ആ ഒരു ഹാർമണി എൻ്റെ കുടുംബത്തിലുണ്ടോ? ഭാര്യയും ഭർത്താവും ആ സ്നേഹത്തിൻ്റെ ഹാർമണി പുലർത്താൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഞാൻ വിട്ടുപോയി കർത്താവേ, ഞാൻ സ്ഥാനം തെറ്റിപ്പോയി. നമ്മുടെ തെറ്റുകൾ നാം കാണുമ്പോൾ നാം കരഞ്ഞു പോകും. വാസ്തവത്തിൽ കരഞ്ഞു പോകും. കർത്താവേ, ഞാൻ ധരിച്ചതുപോലല്ലോ. എൻ്റെ തെറ്റുകൾ അങ്ങ് പർവ്വതം പോലെ ഉയർന്നിരിക്കുന്നല്ലോ, കുന്നുപോലെ ഉയർന്നിരിക്കുന്നല്ലോ. തെറ്റുകൾ ഏറെയാണല്ലോ. എൻ്റെ ദൈവമേ, ഈ തെറ്റുകളിൽ ഞാൻ ജീവിക്കുന്ന ഈ സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് പോകുമല്ലോ. ഇതെല്ലാം എനിക്ക് നീ വചനത്തിൽ കൂടി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നീ എനിക്ക് തന്ന അനുഭവങ്ങളും വിഭവങ്ങളും ഞാൻ വേണ്ടതുപോലെ അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ അന്ധകാരത്തിൻ്റെ ഭയാനകമായ ആഴത്തിലേക്ക് ഞാൻ പോകുമല്ലോ. ചിന്തിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യഥാസ്ഥാനപ്പെടുവീൻ. വേഗം യഥാസ്ഥാനപ്പെടുവീൻ. ഒട്ടും വൈകരുത്. യഥാസ്ഥാനപ്പെടുക. ആദ്യം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച് നമ്മെ വീണ്ടെടുത്തപ്പോൾ നമുക്ക് വേണ്ടി തന്നെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതായി ബോധ്യം നമുക്ക് കിട്ടിയപ്പോൾ, നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ചപ്പോൾ അന്ന് കിട്ടിയതായ ആ ഒരു സന്തോഷത്തിൻ്റെ പ്രസരിപ്പ് ഇന്ന് നമുക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇല്ലെങ്കിൽ ഒട്ടും വൈകാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവത്തോട് വാക്ക് പറയണം. കർത്താവേ, തെറ്റിപ്പോയി. കർത്താവേ, തെറ്റിപ്പോയി. ഞാൻ അറിഞ്ഞില്ല. കർത്താവേ, ഞാൻ വീണുപോയി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ദൈവത്തിന് വേല ചെയ്ത് ഓടി നടന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വീണുപോയി എന്ന്. ഞാൻ പാട്ടുപാടി, ഞാൻ പ്രസംഗിച്ചു, ഞാൻ സാക്ഷ്യം പറഞ്ഞു, ആളുകൾ ആവേശം കൊണ്ട്, പക്ഷേ ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീണിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഞാൻ അറിഞ്ഞില്ല. ഇന്ന് ഞാൻ കടന്നുപോയാൽ നിത്യ അന്ധകാരത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് കേൾക്കാനോ വിശ്വസിക്കാനോ എനിക്ക് സാധിച്ചില്ല. എന്നാൽ എനിക്ക് ചില നന്മകളുണ്ടല്ലോ എന്ന് ഞാൻ അഭിമാനിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, തെറ്റുപറ്റിപ്പോയി. ഇന്നത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ എന്നെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്തല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ തീരുമാനം എടുക്കാം. കർത്താവേ, ഞാൻ പഴയ ആ ആദ്യ സ്നേഹത്തിലേക്ക് ഞാനിതാ മടങ്ങി വരികയാണ്. സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ്. സംതൃപ്തിയുള്ള ആത്മീയ അനുഭവത്തിലേക്ക് മടങ്ങി വരികയാണ്. സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരികയാണ്. ആത്മാവിൽ സന്തോഷിക്കുന്ന ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ഞാനിതാ മടങ്ങി വരികയാണ്.
നാഥ, നിൻ്റെ ആ തിരുമുറിവിലേക്ക് നോക്കിക്കൊണ്ട്, ആ തിരുരക്തം വാർന്നൊഴുകുന്ന മുറിവുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാനും ഇതാ ഒരു പുതിയ സമർപ്പണം എടുക്കുകയാണ്. ഇന്ന് ഞാനിതാ നിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുന്നു. നാഥ, ഞാൻ എൻ്റെ ജീവിതത്തിലെ തിന്മകളോട് യാത്ര പറഞ്ഞുകൊണ്ട്, എൻ്റെ സ്വയ നന്മകളോട് യാത്ര പറഞ്ഞുകൊണ്ട്, സ്വയ മഹത്വത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാനിതാ വരുന്നു. കർത്താവേ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഞാനിതാ വരുന്നു. നിങ്ങൾ സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ തലമേൽ വെച്ചതിനായി നന്ദിയോടെ സ്തോത്രം. നാഥ, ഇന്ന് വ്യക്തമായ പ്രതിഷ്ഠയെടുത്തവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സമാധാന ജീവിതം എല്ലാവർക്കും നൽകണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭാവത്തിരിക്കുന്നവരുടെ ആകുലങ്ങൾ മാറ്റിക്കൊടുക്കണമേ. എല്ലാവരെയും സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.